നമ്മുടെ മിസ്ലേനിയസ് എക്സസൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസൈഡ് എമംഗ് ദ ഫോളോയിങ് സെറ്റ്സ് വിച്ച് സെറ്റ്സ് ആർ സബ്സെറ്റ് ഓഫ് വൺ ആൻഡ് അനദർ. ഈ തന്നിരിക്കുന്ന സെറ്റിൽ ഏതൊക്കെയാണ് മറ്റേ ആൾക്കാരുടെ സബ്സെറ്റ് ആയിട്ട് വരുന്നത് എന്നാണ് നോക്കുന്നത്. സോ അതിന് നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ എലമെന്റുകൾ തന്നിട്ടുണ്ട്. എയിൽ എലമെന്റ് തന്നിട്ടുണ്ടോ? ഇല്ല. സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ എയിൽ ആരൊക്കെ വരും എന്ന് ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ എന്താ പറയുന്നേ? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ ആൻഡ് എക്സ് സാറ്റിസ്ഫൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ 0. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? യെസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈക്വൽ ടു ആണ് ഇത്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം ഇത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എ സിയുടെ അതെന്ന് പറയുന്നത് 12 ആണ്. സോ പ്രൊഡക്റ്റ് 12 ആയിട്ട് വരുന്ന ആളും കണ്ടുപിടിക്കുക. ഇത് പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ള. ഇനി അടുത്ത് സം എന്ന് പറയുന്നത് -8 വരുന്ന ആള് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് പേര്? -2, -6. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ x - 2 ടൈംസ് x - 6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x - 2 ഈക്വൽ ടു 0. സോ എക്സിന്റെ വാല്യൂ ഏതൊക്കെ വരും? 2 വരും, 6 വരും. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പൊ സോൾവ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പഠിച്ച സാധനമാണ് അല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇതുപോലെ ചെയ്തു പോവാം. ഓക്കെ, ഇതിൽ ഇനി കുറെ സ്റ്റെപ്പുകൾ നമ്മളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഇവിടെ ആൾക്കാരെ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിവിടെ 2ഉം 6ഉം ആണ് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ. എക്സ് എവിടെയുള്ളതാ? റിയൽ നമ്പറിലുള്ളതാ. അപ്പൊ 2ഉം 6ഉം ഓക്കെ അല്ലേ? യെസ്, ഡബിൾ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽസ് സെറ്റ് 2, 6 ആണ്. ഇനി നമുക്ക് സബ്സെറ്റ് പറഞ്ഞു നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ ആളാണ് ഡി ആണ്. ഡിയിലുള്ള 6 എവിടെയൊക്കെ ഉണ്ട്? എല്ലാരിലും ഉണ്ട്. അപ്പൊ ഡി എന്ന് പറയുന്നത് എല്ലാ പേരുടെയും സബ്സെറ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഡി സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, ഡി സബ്സെറ്റ് ഓഫ് എ ആണ്. ഡി സബ്സെറ്റ് ഓഫ് സി ആണ്. ഇനി നമുക്ക് വേറെ ആരെയൊക്കെ പറയാം? ഓക്കെ, വേറെ ആരെയൊക്കെ പറയാം? അടുത്ത് രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് എ വരുന്നുണ്ട്. എയിൽ 2 പേരാണുള്ളത്. എ ആരുടെയൊക്കെ സബ്സെറ്റ് ആയിട്ട് വരുന്നത് നോക്കിക്കേ. 2, 6 ആരിലൊക്കെ ഉണ്ട്? ബിയിലുണ്ട്, സിയിലും ഉണ്ട്. സോ എ സബ്സെറ്റ് ഓഫ് ബിയുമാണ്, അതുപോലെ എ സബ്സെറ്റ് ഓഫ് സിയുമാണ്. ഓക്കെ, ഇനി അടുത്ത് ബി ആരുടെയൊക്കെ സബ്സെറ്റ് ആണ്? ബിയിൽ 2, 4, 6. 2, 4, 6 എവിടെയൊക്കെ ഉണ്ട്? എയുടെ ഡിയുടെ സബ്സെറ്റ് ആണോ? അല്ല, കാരണം 4 ബിയിലുണ്ട്, 4 ഡിയിലും ഇല്ല, എയിലും ഇല്ല. അപ്പൊ ബി സബ്സെറ്റ് ഓഫ് ഡിയോ ബി സബ്സെറ്റ് ഓഫ് എയോ പറയാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് പറയാം? ബി സബ്സെറ്റ് ഓഫ് സി പറയാം അല്ലേ? കാരണം ബിയിലുള്ള എലമെന്റുകളെല്ലാം എവിടെയുണ്ട്? സിയിലുണ്ട്. 2, 4, 6. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ, സോ ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇനി വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് നോക്കിയറിയാം. ഡി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. ആ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന അപ്പൊ എല്ലാവരുടെയും സബ്സെറ്റ് ആണ്. എ എന്ന് പറയുന്ന ആരുടെയൊക്കെ സബ്സെറ്റ് ആണ്? ബിന്റെയും സിന്റെയും സബ്സെറ്റ് ആണ്. ബി എന്ന് പറയുന്നതോ സിയുടെ സബ്സെറ്റ് ആണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻ വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. അപ്പൊ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുക. ഇഫ് ഇറ്റ് ഈസ് ട്രൂ, പ്രൂവ് ഇറ്റ്. അപ്പൊ ട്രൂ ആണെങ്കിൽ എന്തുകൊണ്ട് ട്രൂ ആയി എന്ന് പറയുക. ഇനി ഫോൾസ് ആണെങ്കിലോ ഒരു എക്സാമ്പിൾ കാണിക്കുക. തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ എങ്കിലും നമുക്ക് കാണിച്ചത്. അത് എപ്പോഴും നമ്മൾ മാത്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വലുതായാലും എത്ര മാത്സിലുള്ള ഇപ്പൊ എന്താണ് നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്ത് പോകുന്നുണ്ട്, JEE ഒക്കെ ക്രാക്ക് ചെയ്ത് IIT-യിലൊക്കെ പോകുന്നുണ്ട്, എഞ്ചിനീയറിംഗ് എടുത്ത് പോകും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? IIT-യിലൊക്കെ ചിലപ്പോൾ ഇന്റഗ്രേറ്റഡ് PGയും PhD ഒക്കെ എടുത്ത് മാത്സിന്റെ ആ ഒരു ലെവലിലൊക്കെ നിങ്ങൾ പോകും. അങ്ങനെയൊക്കെ പോകാൻ ഭാഗ്യം വരട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു സ്പിരിറ്റോടുകൂടി നമ്മൾ അങ്ങോട്ടൊക്കെ പോകും. എവിടെയൊക്കെ എത്ര ഇതിലേക്ക് നമ്മൾ പോയാലും മാത്സിൽ നമ്മൾ ശരിയാണെന്ന് കാണിക്കാൻ എല്ലാവർക്കും അത് ശരിയാണെന്നുള്ളത് കാണിക്കണം അല്ലേ? ആരൊക്കെ ഉണ്ടോ അതിനെല്ലാത്തിനും ശരിയാകണമെങ്കിലാണ് അതിന് മൊത്തത്തിൽ അത് ശരിയാകുന്നത്. ഇനി തെറ്റാണെന്ന് പറയാനോ ഒരാൾക്ക് തെറ്റാണെന്ന് നമ്മൾ കാണിച്ചാൽ മതി. ഒരെണ്ണം തെറ്റാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ശരിയായിട്ടും കാര്യമുണ്ടോ?
ഇല്ല. കാരണം മൊത്തത്തിൽ നമ്മൾ അത് നോക്കുമ്പോൾ അതിനെല്ലാത്തിനും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പോലും കാണിക്കാൻ പറ്റില്ല. നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങനത്തെ ഒരു എക്സാമ്പിൾ, തെറ്റാണെന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പോലും അവിടെ ഇല്ല, എനിക്ക് അത് എന്താകണം? ഓട്ടോമാറ്റിക് ആയിട്ട് അത് ട്രൂ ആകണം. അതാണ് ട്രൂ ആണെങ്കിൽ പ്രൂവ് ചെയ്യുക, തെറ്റാണെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. ഇഫ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എ എലമെന്റ് ഓഫ് ബി, അങ്ങനെയാണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് ബി ആണ്. എക്സ് എന്ന് പറയുന്നത് എയുടെ എലമെന്റ് ആണ്, സബ്സെറ്റ് അല്ല. സബ്സെറ്റും എലമെന്റും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇത് മിക്കതും കൺഫ്യൂഷൻ ആവും കേട്ടോ. സബ്സെറ്റും എലമെന്റും തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളുടെ സെക്കൻഡ് ലെക്ചറിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ട്. അതിൽ നമ്മൾ എക്സസൈസ് 1.4 or 1.3 അതിൽ നമ്മൾ ഡീറ്റെയിൽ അതിന് നല്ലൊരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ആ എക്സസൈസിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത് കണ്ടിട്ട് എലമെന്റ് എന്താണ്, സബ്സെറ്റ് എന്താണെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. പലർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മിക്സ്ഡ് അപ്പ് ആയിപ്പോ. നമ്മൾ നോക്കുമ്പോൾ എയില് എക്സ് എന്ന് പറയുന്നത് എയിലുണ്ട്, അപ്പം എ എന്ന് പറയുന്നത് ബിയിലുണ്ട്. എക്സ് എന്ന് പറയുന്ന എയിലിരിക്കുന്നു, എ എന്ന് പറയുന്ന ബിയിലിരിക്കുന്നു. അപ്പൊ എക്സ് എന്ന് പറയുന്ന എയിലുണ്ടാവൂലേ എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. അത് നമുക്ക് സബ്സെറ്റും എലമെന്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് എലമെന്റ് ആവണമെങ്കിൽ എന്താണ്, അതങ്ങനെ ഇതിൻ്റെ അകത്ത് വേണം. ഓക്കെ, അതങ്ങനെ അതിനുള്ളിൽ വേണം. അല്ല റാപ്പ് ചെയ്തിരുന്നിട്ട് വേറൊരു ബോക്സ് ആയിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു സെറ്റ് എക്സ് വൈ ആയിട്ട് എടുക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ ശരിയാവുന്നില്ലേ? എക്സ് എലമെന്റ് ഓഫ് എ അല്ലേ? യെസ്. ബി എന്ന് പറയുന്നത് നമുക്കൊരു എ എലമെന്റ് ഓഫ് ബി ആണ് കേട്ടോ. അപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ എലമെന്റ് ആയിട്ട് വരണം. ഒന്നുകിൽ എ കോമ എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് എക്സ് വൈ. ഓക്കെ, സെറ്റ് എക്സ് വൈ എന്ന് പറയുന്നതാണ് എന്ത്? എ. അപ്പൊ എ ബിയിൽ എലമെന്റ് ആണ് അല്ലേ? പക്ഷെ നമുക്ക് എക്സ് ബിയിൽ എലമെന്റ് ആണെന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? ഇല്ല. ഇത്ര എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വൈ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാം? വൈ ബിയിലെ എലമെന്റ് ആണ്. പക്ഷെ എക്സ് ബിയിൽ എലമെന്റ് ആണോ? എക്സ് ബിയിൽ എലമെന്റ് ആവണമെങ്കിൽ ഇതുപോലെ പുറത്ത് എക്സ് ഇങ്ങനെ കിടക്കണം. അങ്ങനെ കിടന്നാൽ മാത്രമേ എക്സ് ബിയിൽ എലമെന്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം ഹിയർ. ഇവിടെ നമ്മൾ എടുത്ത എക്സാമ്പിളില് നോക്കിക്കേ, എക്സ് എലമെന്റ് ഓഫ് എ ആണ്, കോമ ആൻഡ് എ എലമെന്റ് ഓഫ് ബി ആണ്. എ എന്ന് പറയുന്ന ബിയിലെ എലമെന്റ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? ഈ സെറ്റ് ആണ്. അപ്പൊ ആ സെറ്റ് ബിയിലുണ്ട്, അതുകൊണ്ട് എ എന്ന് പറയുന്ന ബിയിലെ എലമെന്റ് ആണ്. ഇനി ബട്ട് എക്സ് എലമെന്റ് ഓഫ് ബി ആണോ? അല്ല, എക്സ് നോട്ട് എൻ എലമെന്റ് ഓഫ് ബി ആണ്. ഇതിന്റെ അകത്ത് എക്സ് കിടന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ് അങ്ങനെ തന്നെ പുറത്തൊരു എക്സ് ആയിട്ട് തന്നെ കിടക്കണം, എന്നാൽ മാത്രമേ ബിയിലെ എലമെന്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, യെസ്. ഇനി അടുത്തത് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി എലമെന്റ് ഓഫ് സി. അങ്ങനെയാണെങ്കിൽ എ എലമെന്റ് ഓഫ് സി ആകുമോ? നേരത്തെ നമ്മൾ പറഞ്ഞു സബ്സെറ്റ് എലമെന്റ് ആയിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ അതാണ്ട് ആര് വരുന്നത്? സബ്സെറ്റ് ആയിട്ട് വരുന്നത്. സബ്സെറ്റ് ആയിട്ട് വരുമ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചാരക്കിട്ട് കൊടുക്കാലോ എന്ന് തോന്നും. ഓക്കെ, പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ബി എന്ന് പറയുന്ന സിയുടെ എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? എലമെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് കിടക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ഒരു സബ്സെറ്റ്, അപ്പൊ സബ്സെറ്റ് എക്സ് എന്ന് പറഞ്ഞു വന്നാൽ മാത്രമേ അത് ബിയുടെ എലമെന്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1, 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? സെറ്റ് 1, 2, 3 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ബി എലമെന്റ് ഓഫ് സി എന്നാണ് പറയുന്നത്. അപ്പൊ സി എന്തായിട്ട് എടുക്കാം? സി ഈക്വൽ ടു സെറ്റ്, വീണ്ടും അതിൻ്റെ അകത്ത് സെറ്റ് ആയിട്ട് വേണം വരാൻ. ഓക്കെ, സെറ്റ് 1, 2, 3 എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 4ഓ 5ഓ നമുക്ക് ഒന്ന് കയറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു എക്സ്ട്രാ ഒരെണ്ണം ഇരിക്കട്ടെ എന്നുള്ള രീതിക്കാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്നത് 1 എലമെന്റ് ഓഫ് സി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, 1 ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. പുറത്ത് അങ്ങനെ കിടന്നാൽ മാത്രമേ എന്താണെന്ന് പറയത്തുള്ളൂ. അല്ല, സെറ്റ് 1, 2 എ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 1, 2 ആണ് അല്ലേ? അപ്പൊ സെറ്റ് 1, 2 എന്ന് പറയുന്ന സിയിലെ എലമെന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സെറ്റ് 1, 2 സിന്റെ എലമെന്റ് ആവണമെങ്കിൽ കോമ സെറ്റ് 1, 2 എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാകണം. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട എന്താണ്? ഇവിടെ സെറ്റ് 4ഉം സെറ്റ് 1, 2, 3 ആണ് സിയിൽ എലമെന്റ്. സെറ്റ് 1, 2 സിയിൽ എലമെന്റ് ആണോ? അല്ല. 1, 2 എന്ന് പറയുന്ന ഒരു ബോക്സ് സിയിലില്ല.
കേട്ടോ. 1 2 3 എന്ന് പറയുന്ന ബോക്സ് ആണ് സിയിലുള്ളത്. അതുകൊണ്ട് സി എന്ന് പറയുന്ന എ എലമെന്റ് ഓഫ് സി ആകത്തില്ല. ഓക്കെ, ഹിയർ നമുക്കപ്പോൾ എന്ത് പറയാം? ഹിയർ ഇതൊക്കെയാണ്. ഹിയർ നമുക്ക് എന്ത് പറയാം? ഹിയർ സോ ഇത് ഫാൾസ് ആണ് കേട്ടോ. അപ്പോൾ ഫാൾസ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഹിയർ എ സബ്സെറ്റ് ഓഫ് ബി ആണ് ആൻഡ് ബി എലമെന്റ് ഓഫ് സി ആണ്. ബട്ട് എന്തല്ല? എ നോട്ട് ആൻ എലമെന്റ് ഓഫ് സി. ഓക്കെ, എ എന്ന് പറയുന്ന സിന്റെ എലമെന്റ് അല്ല. അടുത്തത്, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റും ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റും ആണെങ്കിൽ എ എന്ന് പറയുന്നത് സിന്റെ സബ്സെറ്റ് വരുമോ എന്നാണ് ചോദിക്കുന്നത്. വരില്ലേ? വരും. കാരണം എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എ ബിന്റെ ഉള്ളിലുണ്ട്. എ എലമെന്റ് ആയിട്ടല്ല വരുന്നത്, അത് അങ്ങനെയല്ല വരുന്നത്. എയിലെ ആൾക്കാർ ബിയിലുണ്ട്. ഇനി ബിയിലെ ആൾക്കാരെല്ലാം എവിടെയുണ്ട്? സിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എയിലെ ആൾക്കാരെല്ലാം സിയിൽ വരണ്ടേ? വരും. ഓക്കെ, ഇനി നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അസ്യൂം എന്ത് അസ്യൂം ചെയ്യാം? എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എ, എക്സ് എയിൽ എലമെന്റ് ആണെന്ന് എടുക്കുക. വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ബി അല്ലേ? കാരണം എ സബ്സെറ്റ് ഓഫ് ബി ആയതുകൊണ്ട് എക്സ് എയിൽ എലമെന്റ് ആണെങ്കിൽ അത് എവിടുത്തെ എലമെന്റ് ആവണം? ബിയിലെ എലമെന്റ് ആവണം. നമുക്കിവിടെ എന്ത് പറയാം? സിൻസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, ഇനി അടുത്ത്, ഇനി എക്സ് എയിൽ എലമെന്റ് ബിയിൽ എലമെന്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് എലമെന്റ് ഓഫ് ബി ഇംപ്ലൈസ് എന്താണ്? എക്സ് എലമെന്റ് ഓഫ് സി ആണ്. എക്സ് എവിടുത്തെ എലമെന്റ് ആണ്? സിയുടെ എലമെന്റ് ആണ്. കാരണം നോക്കിക്കേ, ബി സബ്സെറ്റ് ഓഫ് സി ആണ്. അപ്പൊ ബിയിലുള്ള എലമെന്റുകളെല്ലാം എവിടെയും വേണം? സിയിലും വേണം. സോ എക്സ് എലമെന്റ് ഓഫ് ബി ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് ഏതും വരണം? സിയും വരണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിൻസ് ബി സബ്സെറ്റ് ഓഫ് സി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? എക്സ് എലമെന്റ് ഓഫ് എ ആയപ്പോ നമുക്ക് എന്തിലെ എലമെന്റ് ആണെന്ന് കിട്ടി? സിയിൽ എലമെന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, therefore x element of A implies x element of C. So x അല്ല A subset of C ആണ് എന്ന് പറയാം. സോ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്തത്, if A not a subset of B and B not a subset of C, then A not a subset of C. A എന്ന് പറയുന്ന ബിന്റെ സബ്സെറ്റ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരെണ്ണം എടുക്കാം. എ എന്ന് പറയുന്നത് ഒരു എന്തായിട്ട് എടുക്കാം? 0 1 ആയിട്ട് എടുക്കാം. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ബി എന്തായിട്ട് എടുക്കാം? ബി എന്ന് പറയുന്നത് നമുക്കൊരു 1 2 3 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് ബി ആണോ? അല്ല. എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിലുണ്ടോ? ഇല്ല, 0 ഇല്ല. ഓക്കെ, അടുത്ത് ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. ബി എന്ന് പറയുന്നത് സിന്റെ സബ്സെറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ബി എന്തായിട്ട് എടുക്കാം? സി എന്തായിട്ട് എടുക്കാം? സി നമുക്കൊരു 0 1 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ബിയിലുള്ള എല്ലാ എലമെന്റ്സും സിയിലുണ്ടോ? ഇല്ല. ബിയിലുള്ള 3 എന്ന് പറയുന്നത് സിയിലില്ല. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ നോക്കിക്കേ, ഹിയർ നമുക്ക് എന്ത് പറയാം? എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ് ആൻഡ് ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് സി ആണ്. ബട്ട് എ സബ്സെറ്റ് ഓഫ് സി അല്ലേ? നോക്കിക്കേ, എയിലുള്ള എല്ലാ എലമെന്റ്സും സിയിലില്ലേ? ഉണ്ട്. അപ്പൊ എ സബ്സെറ്റ് ഓഫ് സി വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഫാൾസ്. ഓക്കെ, ഇതാണ്. മറ്റേതല്ല, മുകളിലത്തെ ട്രൂ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത് എന്താ പറയുന്നത്? എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എക്സ് എയിൽ എലമെന്റ് ആണ്, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ബിയിലെ എലമെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സബ്സെറ്റ് അല്ല എന്നാവണമെങ്കിൽ എയിലുള്ള എല്ലാ പേരും ബിയിൽ വന്നാൽ എന്താകും? സബ്സെറ്റ് ആകും. ഓക്കെ, അപ്പൊ എയിലുള്ള എലമെന്റ് എടുത്ത് അത് ബിയിൽ എലമെന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? സബ്സെറ്റ് ആകും. അപ്പൊ ഇവിടെ സബ്സെറ്റ് അല്ലാതെ വരുമ്പോൾ അത് ബിയിൽ എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫാൾസ് ആണെന്ന് കാണിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. എന്താണ്? എക്സ് വൈ.
ഓക്കെ, ബി എന്താണെന്ന് പറഞ്ഞെടുക്കാം, ബി ഈക്വൽ ടു വൈ ആണെന്ന് പറഞ്ഞെടുക്കാം. വൈ ആണെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണം കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി വൈ ഒന്നും കൊടുക്കാതെ വേറെ ആൾക്കാരെ കൊടുക്കണോ, കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, കാരണം ഇവിടെ എ സബ്സെറ്റ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ് വരേണ്ടത്. ബിയിലെ സബ്സെറ്റ് ആണോ, അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ബിയിലെ എലമെന്റ് ആണോ, ഹിയർ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി അല്ലേ. ഇവിടെ എക്സ് എലമെന്റ് ഓഫ് എ ആണ്, എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബട്ട് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഫോൾസ്. അതെന്താണ്, ഫോൾസ് ആണെന്ന് പറയാം. ഇനി അടുത്തത്, ലാസ്റ്റത്തത്, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ എന്നാണ് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നത് ബിയുടെ എലമെന്റും എക്സ് എന്ന് പറയുന്ന ബിയിലെ എലമെന്റ് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന എയിലെ എലമെന്റ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഗിവൺ എന്ത് തന്നിട്ടുണ്ട്, ഗിവൺ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് അല്ലെങ്കിൽ അസ്യൂം, നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, അസ്യൂം ആൻഡ് എന്ത് തന്നിട്ടുണ്ട്, എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി എന്നും തന്നിട്ടുണ്ട്. ഇത് രണ്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, അസ്യൂം എക്സ് എലമെന്റ് ഓഫ് എ, എക്സ് എയിലെ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. അത് പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പൊ അത് പറ്റുന്ന കേസ് ഉണ്ടെന്ന് കരുതുക. പറ്റിയാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എക്സ് എലമെന്റ് ഓഫ് എ ആണ് എങ്കിൽ സിൻസ് നമുക്ക് എന്ത് പറയാം, എ സബ്സെറ്റ് ഓഫ് ബി ആണ്. സോ സിൻസ് എ സബ്സെറ്റ് ഓഫ് ബി വി ക്യാൻ സേ, നമുക്ക് എന്തും പറയാം, എക്സ് എലമെന്റ് ഓഫ് ബിയുമാണ്. കാരണം എയിലുള്ള എല്ലാ ആൾക്കാരും എവിടെ വേണം, ബിയിൽ വേണം. അപ്പൊ എക്സ് എയിൽ എലമെന്റ് ആണെങ്കിൽ എക്സ് എവിടുത്തെ എലമെന്റ് ആണ്, ബിയിലെ എലമെന്റ് ആണ്. കാരണം എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഓക്കെ, വിച്ച് കോൺട്രഡിക്ട്സ്, അതെന്ത് ചെയ്യാണ്, കോൺട്രഡിക്ട് ചെയ്യാണ്. കാരണം നമുക്ക് തന്നിട്ടുള്ള എന്താ, എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി ആണ്, പക്ഷെ നമുക്ക് കിട്ടി എക്സ് എലമെന്റ് ഓഫ് ബി ആണെന്ന് പറഞ്ഞ് കിട്ടി. സോ വിച്ച് കോൺട്രഡിക്ട്സ്. അപ്പൊ അങ്ങനെ തെറ്റാണെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, അത് തെറ്റാനുള്ള കാരണം എന്താ, എക്സ് എയിൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തോണ്ടല്ലേ നമുക്ക് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സാധനം കിട്ടിയത്. അപ്പൊ എക്സ് എയിൽ എലമെന്റ് ആവോ, ഇല്ല. സോ ഇറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ പറയാം, സോ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എക്സ് എയിൽ എലമെന്റ് അല്ല. അപ്പൊ ഇത് ശരിയാണ്. എ സബ്സെറ്റ് ഓഫ് ബിയും എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബിയും ആണെങ്കിൽ എ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന എയിൽ വരത്തില്ല. കാരണം എ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ എ ബിയുടെ അകത്താണ് നിൽക്കുന്നത് അല്ലേ, എക്സ് ബിയിലല്ല. അപ്പൊ ബിന്റെ പുറത്താണ് എക്സ് നിൽക്കുന്നത്. അപ്പൊ എക്സ് എയിലുള്ളിൽ വരുമോ, ഇല്ല. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത എന്താ പറയുന്നത്, ലെറ്റ് എ ബി ആൻഡ് സി ബി ദ സെറ്റ് സച്ച് ദാറ്റ് എ യൂണിയൻ ബി ഈക്വൽ ടു എ യൂണിയൻ സി. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്, എ യൂണിയൻ സിക്ക് തുല്യമാണ്. ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്, എ ഇന്റർസെക്ഷൻ സിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ബി ഈക്വൽ സി, ബി സിക്ക് ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം എന്തൊക്കെ തന്നിട്ടുണ്ട്, ഗിവൺ എ യൂണിയൻ ബി ഈക്വൽസ് എ യൂണിയൻ സി, സോറി എ യൂണിയൻ സി എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, അതിന്റെ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് എ ഇന്റർസെക്ഷൻ സി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യം ഏതെടുക്കാം, എ യൂണിയൻ ബി ഈക്വൽ ടു എ യൂണിയൻ സി എടുക്കാം. ഓക്കെ, ഓക്കെ, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി എടുക്കാം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി എടുക്കാം. നമുക്ക് രണ്ട് സൈഡും എന്ത് ചെയ്യാം, യൂണിയൻ എടുത്തു നോക്കാം. രണ്ട് സൈഡും എന്ത് എടുക്കാം, യൂണിയൻ എടുത്തു നോക്കാം. ഓക്കെ, രണ്ട് സൈഡും നമുക്ക് യൂണിയൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സോറി യൂണിയൻ, ഏത് യൂണിയൻ എടുക്കാം, സി കൊണ്ട് യൂണിയൻ എടുക്കാം. ഓക്കെ, ഈ രണ്ട് സൈഡും സി കൊണ്ട് യൂണിയൻ എടുക്കാം. ടേക്കിംഗ് യൂണിയൻ വിത്ത് സി, യൂണിയൻ വിത്ത് സി. അപ്പൊ സി വെച്ച് നമുക്ക് യൂണിയൻ എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി യൂണിയൻ സി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനർത്ഥം എന്താണ്, യൂണിയന് അകത്തോട്ട് എടുക്കാം അല്ലെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെയാണെങ്കിലോ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും,
A intersection A union C intersection C union C. Okay, A union C intersection C union C. ഇനി A union C intersection C union C എന്ന് പറഞ്ഞാൽ എന്താണ്? A union C intersection എന്താണ്? C ആണ്. ഓക്കെ, അപ്പൊ A union C യിൽ ആരുണ്ട്? C ഉണ്ട്. ഇന്റർസെക്ഷൻ C ആണ് എടുക്കുന്നത്. ഓക്കെ, A യൂണിയൻ C എന്ന് പറയുമ്പോൾ എയിലുള്ള ആൾക്കാരും സിയിലുള്ള ആൾക്കാരും എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതും സിയിലുള്ള ആൾക്കാരും രണ്ടിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏത് തന്നെയാണ്? സി തന്നെയാണ്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോ A യൂണിയൻ C ഇന്റർസെക്ഷൻ C എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സി ഈക്വൽ ടു നമുക്കിത്. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? A യൂണിയൻ B ഇന്റർസെക്ഷൻ B യൂണിയൻ C എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ഈക്വൽ ടു സി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഇനി അതുപോലെ നമുക്ക് A ഇന്റർസെക്ഷൻ സിന്റെ അവിടെ എന്തെടുക്കാം? ടേക്കിംഗ് യൂണിയൻ വിത്ത് ബി എടുക്കാം. ഓക്കെ, ടേക്കിംഗ് യൂണിയൻ വിത്ത് ബി എടുക്കാം. ഓക്കെ, ടേക്കിംഗ് യൂണിയൻ വിത്ത് ബി വെച്ച് യൂണിയൻ ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? A ഇന്റർസെക്ഷൻ B യൂണിയൻ B ഈക്വൽ ടു A ഇന്റർസെക്ഷൻ C യൂണിയൻ B. ഇനി നമുക്ക് ബിനെ അകത്തേക്ക് എടുക്കാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ എന്ത് കിട്ടും? A യൂണിയൻ B ഇന്റർസെക്ഷൻ B യൂണിയൻ B. ഓക്കെ, ഈക്വൽ ടു A യൂണിയൻ B ഇന്റർസെക്ഷൻ C യൂണിയൻ B. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, B യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താ? B തന്നെയാണ്. സോ A ഇന്റർസെക്ഷൻ B A യൂണിയൻ B ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെ നമുക്ക് കിട്ടും? വീണ്ടും B തന്നെ കിട്ടും. ഓക്കെ, സോ ഇവിടെ ഇത് B ആണ്. A യൂണിയൻ Bയിൽ B ഉണ്ട്. അപ്പൊ അതിനും ബിക്കും കോമൺ ആയിട്ടുള്ള ആൾ ഏത് തന്നെയാണ്? B തന്നെയാണ്. സോ ഇവിടെ നമുക്ക് B കിട്ടും. ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? നോക്കിക്കേ, A യൂണിയൻ B. ഇവിടെ നമുക്ക് അപ്പൊ A യൂണിയൻ B ആണ് വരേണ്ടത്. ഒറ്റ മിനിറ്റ്, അപ്പൊ ഇവിടെ മാറിപ്പോയതാണ് ചെറുതായിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ വരേണ്ടത്? A യൂണിയൻ C ആണ് വരേണ്ടത് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരേണ്ടത്? A യൂണിയൻ C ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് അപ്പൊ B ഈക്വൽ ടു, അപ്പൊ ഈ സൈഡ് B കിട്ടിയേ. ഇനി അപ്പുറത്ത് എന്തുണ്ട്? A യൂണിയൻ B ഇന്റർസെക്ഷൻ C യൂണിയൻ B ആണ്. A യൂണിയൻ B എന്ന് പറയുന്നത് എന്തിനു തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? A യൂണിയൻ Cക്ക് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ A യൂണിയൻ Bക്ക് വരുന്ന നമുക്ക് എന്തെഴുതാം? A യൂണിയൻ C എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇന്റർസെക്ഷൻ ഇവിടെ എന്താണ്? C യൂണിയൻ B ആണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? C യൂണിയൻ B എന്ന് പറഞ്ഞാലും B യൂണിയൻ C എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ അവിടെ നമുക്ക് തിരിച്ചെഴുതാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കേ. രണ്ടിന്റെ ഒരു സൈഡ് എന്താണ് പറയുന്നത്? A യൂണിയൻ C ഇന്റർസെക്ഷൻ B യൂണിയൻ C തന്നെയാണ്. സോ നമുക്ക് ഫ്രം 1 and 2 ഇക്വേഷൻ നമ്പർ 1 and 2 നമുക്ക് എന്ത് പറയാം? B ഈക്വൽസ് C എന്ന് പറയാം. ഹെൻസ് പ്രൂവ്ഡ്. നോക്കിക്കേ, നമ്മളത് കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എടുത്തേ? A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു A ഇന്റർസെക്ഷൻ C എടുത്തു. C വെച്ച് യൂണിയൻ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നപ്പോ Cന്റെ വാല്യൂ കിട്ടി. ഇനി B വെച്ച് യൂണിയൻ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നപ്പോ Bയുടെ വാല്യൂ കിട്ടി. നമുക്ക് ആ രണ്ട് വശങ്ങളും നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടിന്റെയും ഒരു സൈഡ് സെയിം ആണ്. സോ B ഈക്വൽ ടു C എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്തത്, ഷോ ദാറ്റ് ദ ഫോളോയിങ് 4 കണ്ടീഷൻസ് ആർ ഇക്വലന്റ്. തന്നിട്ടുള്ള 4 കണ്ടീഷനും ഒന്ന് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഇതെല്ലാം സെയിം കാര്യങ്ങളാണ് എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റും സെക്കൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇംപ്ലൈസ് 2ഉം 2 ഇംപ്ലൈസ് 1 എന്നുള്ളത് നമുക്ക് ആദ്യം കാണിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇംപ്ലൈസ് 2, 1 ഇംപ്ലൈസ് 2 എന്ന് കാണിക്കാൻ വേണ്ടി എന്തെടുക്കുക? 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എവിടെ എത്തുക? സെക്കൻഡിലോട്ട് എത്തുക. അപ്പം ഫസ്റ്റ് 1 എടുക്കുകയാണ്. ഓക്കെ, ടേക്ക് 1 ഇംപ്ലൈസ് 2 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 ഇംപ്ലൈസ് 2 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 1 ഇംപ്ലൈസ് 2 പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. ആദ്യം ടേക്ക് A സബ്സെറ്റ് ഓഫ് B. A ബിയുടെ സബ്സെറ്റ് ആണെന്ന് എടുക്കുക. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്താണ്? ഇനി നമുക്ക് കാണിക്കേണ്ടത് A ഡിഫറൻസ് B എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം. എന്ത് അസ്യൂം ചെയ്യാം?
എ ഡിഫറൻസ് ബി നോട്ട് എ നൾ സെറ്റ്, നൾ സെറ്റ് അല്ല എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ എ ഡിഫറൻസ് ബി നൾ സെറ്റ് അല്ല. എ ഡിഫറൻസ് ബി നൾ സെറ്റ് അല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? എ നിന്ന് ബിനെ ഒഴിവാക്കി കളഞ്ഞാൽ ഒരു എലമെന്റ് എങ്കിലും അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ എയിൽ ഒരു എലമെന്റ് എക്സ് എയിൽ ഉണ്ടാകും, പക്ഷെ അത് ബിയിലില്ല. അങ്ങനെ നമുക്ക് ഒരു എക്സിനെങ്കിലും പറയാൻ കഴിയും. ഓക്കെ, നമ്മൾ വെൻ ഡയഗ്രം ഒക്കെ വെച്ചറിയാം അല്ലേ? നമ്മളെ എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ ആ ഒരു എയുടെ അവിടെയുള്ള കുറച്ച് ഭാഗമാണ്. അതിലപ്പോൾ ഉള്ള എലമെന്റിന്റെ പ്രത്യേകത എന്താ? അത് എയിലുണ്ട്, ബിയിലില്ല. എ ഡിഫറൻസ് ബിയുടെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? എയിലുണ്ട്, ബിയിലില്ല. അപ്പൊ നമുക്കത് നൾ സെറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എയിലുണ്ട്, ബിയിലില്ലാത്ത ഒരു എലമെന്റ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഓക്കെ എക്സ് എലമെന്റ് ഓഫ് എ there is an x. നമുക്ക് എന്ത് പറയാം? there is an x which implies there is an x. അവിടെ ഒരു x ഉണ്ടാകും. ഓക്കെ, x element of a which implies x element of a difference b എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, നമുക്ക് ആ വഴിക്ക് തന്നെ പോവാം. അപ്പം a difference b എന്ന് പറയുന്ന ഒരു നൾ സെറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ആരെങ്കിലും കാണും? ഒരു എക്സ് എങ്കിലും കാണും, ഒരു എലമെന്റ് എങ്കിലും കാണും. അത് എക്സ് ആകാം, എന്തെങ്കിലും ആകാം. നമ്മളിവിടെ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു എലമെന്റ് കാണും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എക്സ് എ ഡിഫറൻസ് ബിയിലെ എലമെന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? എക്സ് എലമെന്റ് ഓഫ് എ ബട്ട് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. എക്സ് എയിൽ എലമെന്റ് ആണ്, പക്ഷെ എക്സ് ഏതിൽ എലമെന്റ് അല്ല? ബിയിൽ എലമെന്റ് അല്ല. അതെന്താ സൂചിപ്പിക്കുന്നേ? എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അത് എന്തിനാ സൂചിപ്പിക്കുന്നു? എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് സൂചിപ്പിക്കുന്നു. സബ്സെറ്റ് അല്ല, സോറി, നോട്ട് എ സബ്സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എ ഡിഫറൻസ് ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കിട്ടി. പക്ഷെ നമുക്ക് എന്താ തന്നിട്ടുള്ളേ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? സോ എ ഡിഫറൻസ് ബി ഈക്വൽ ടു നൾ സെറ്റ്. എ ഡിഫറൻസ് ബി എന്തായാലേ പറ്റത്തുള്ളൂ? നൾ സെറ്റ് ആയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കത് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് വൺ ഇംപ്ലൈസ് 2 ആണ്. ഇനി നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ഇംപ്ലൈസ് 1. ഓക്കെ, സെക്കൻഡ് വൺ ഇംപ്ലൈസ് 1 ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വണ്ണിൽ നമുക്ക് തുടങ്ങി എങ്ങോട്ടെത്താം? 1 എത്താം. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? സോ നമുക്ക് ടേക്ക് എന്തെടുക്കാം? സെക്കൻഡാമത്തെ കണ്ടീഷൻ എടുക്കാം. അതെന്താണ്? എ ഡിഫറൻസ് ബി ഈക്വൽ ടു നൾ സെറ്റ്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു? എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്, എം ടി ആണെന്നാണ് നമ്മൾ ഇവിടെ കരുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി ആണ് എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നൾ സെറ്റ് ആണെന്നാണ് എടുത്തിട്ടുള്ളത്. എ ഡിഫറൻസ് ബിയില് ആരുമില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ലെറ്റ്സ് ടേക്ക് an x element of a. എയിലുള്ള ഒരു എക്സ് എടുക്കാം. ഓക്കെ, എയിലകത്ത് നമ്മൾ ഒരു എലമെന്റ് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. അപ്പം എക്സിലുള്ള ഒരാളെടുത്ത് അത് ബിയിലുള്ള ഒരാളാകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ബിയിലുള്ള ആളാകാതിരുന്നാൽ, ബിയിൽ ഇല്ലാത്ത ഒരാളായിട്ട് എടുത്താൽ, സപ്പോസ് നമുക്ക് എന്ത് പറയാം? സപ്പോസ് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി എന്ന് നമുക്ക് വിചാരിക്കാം. എക്സ് ബിയിൽ എലമെന്റ് അല്ല എന്ന് വിചാരിക്കുക. എക്സ് ബിയിൽ എലമെന്റ് അല്ലെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് എ ഡിഫറൻസ് ബി അല്ലേ? എക്സ് എയിൽ എലമെന്റ് അല്ലെങ്കിൽ എക്സ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? എ ഡിഫറൻസ് ബിയിൽ എലമെന്റ് ആണ്. കാരണം എ ഡിഫറൻസ് ബിയുടെ ഡെഫിനിഷൻ എന്താണ്? എക്സ് എലമെന്റ് ഓഫ് എ ബട്ട് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ബി. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എ ഡിഫറൻസ് ബിയിൽ എടുക്കുന്നത്. സോ അങ്ങനെ എക്സ് ബിയിൽ എലമെന്റ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? എ ഡിഫറൻസ് ബിയിൽ എലമെന്റ് ആയിരിക്കും. ബട്ട് എ ഡിഫറൻസ് ബി ഈസ് നൾ സെറ്റ്. എ ഡിഫറൻസ് ബി എം ടി അല്ലേ? അപ്പൊ എക്സ് അങ്ങനെ വരാൻ പറ്റുമോ? നോ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? എക്സ് എലമെന്റ് ഓഫ് ബി. അതുകൊണ്ട് എക്സ് എന്തിൽ എലമെന്റ് ആയാലേ പറ്റത്തുള്ളൂ? ബിയിൽ എലമെന്റ് ആയാലേ പറ്റത്തുള്ളൂ. ബിയിൽ എലമെന്റ് അല്ലെങ്കിൽ നൾ സെറ്റ് ആണെന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഉണ്ടോ? ഇല്ല. സോ എക്സ് എലമെന്റ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, സോ എക്സ് എലമെന്റ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ബി, വിച്ച് ഇംപ്ലൈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഫസ്റ്റിൽ നിന്ന് നമ്മൾ സെക്കൻഡിലോട്ടെത്തി, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ടെത്തി. ഓക്കെ, therefore 1 രണ്ട് സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെയിം ആണെന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും സെയിം ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റും തേർഡും സെയിം ആണെന്ന് പറയാം.
അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡും കണ്ടീഷൻസ് സെയിം ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റും തേർഡും കണ്ടീഷൻസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് എടുത്തെടുക്കാം ഫസ്റ്റും തേർഡും. അപ്പം ഫസ്റ്റ് ഇംപ്ലൈസ് തേർഡും തേർഡ് ഇംപ്ലൈസ് ഫസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഫസ്റ്റ് ഇംപ്ലൈസ് തേർഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇംപ്ലൈസ് തേർഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇംപ്ലൈസ് തേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ടേക്ക് എന്തെടുക്കുക, ഫസ്റ്റ് എടുക്കുക. സോ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ, എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക. ഓക്കെ, നമുക്ക് തേർഡ് കണ്ടീഷൻ പ്രൂവ് ചെയ്യുക. ഓക്കെ, സോ വി ഹാവ് ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എ യൂണിയൻ ബി ബിയുടെ സബ്സെറ്റും ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബിയുടെ സബ്സെറ്റും ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ്സ് ആണെന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം, അവർ ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ഇതിൽ നമുക്ക് ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും അല്ലേ, കാരണം എ യൂണിയൻ ബിയിൽ ആരുണ്ട്, ബി ഉണ്ട്. എ യൂണിയൻ ബിയിൽ ബി ഉള്ളത് കൊണ്ട് തന്നെ ബിയിലുള്ള എല്ലാ എലമെന്റ്സും എ യൂണിയൻ ബിയിലും ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ബി ക്ലിയർലി നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം, ക്ലിയർലി ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആയിരിക്കും. ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ്, അത് വ്യക്തമാണ് അല്ലേ. ഇനി നമുക്ക് തിരിച്ച് എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം, എ യൂണിയൻ ബി ബിയുടെ സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാ സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്, എ യൂണിയൻ ബി എന്ന് നമ്മളൊരു എലമെന്റ് എടുക്കുന്നു, എക്സ് എന്ന് പറയുന്ന എലമെന്റ് എടുക്കുന്നു, അത് എവിടത്തെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ബിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി, എ യൂണിയൻ ബി നമ്മളൊരു എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ എന്താണ്, ഒന്നുകിൽ എക്സ് എയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാകണം. രണ്ടിലും ഇല്ലെങ്കിൽ എ യൂണിയൻ ബിയിൽ ഉണ്ടാകാൻ പറ്റുമോ, ഇല്ല. സോ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ്. ഓക്കെ, കേസ് 1 എന്ന് പറയുന്നത് എന്താണ്, കേസ് 1 എന്ന് പറയുന്നത് എക്സ് എലമെന്റ് ഓഫ് എ ആണ്. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് എ ആണെന്ന് കരുതുക. എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ അതിനർത്ഥം എന്താ സൂചിപ്പിക്കുന്നത്, എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് ബി ആണ് അല്ലേ. ഗിവൺ എന്ത് തന്നിട്ടുണ്ട്, എ സബ്സെറ്റ് ഓഫ് ബി. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ബിയും ആയിരിക്കും. എക്സ് എയിൽ എലമെന്റ് ആണെന്ന് വിചാരിക്കുക, പക്ഷെ എ എവിടെയുള്ള എലമെന്റ് ആണ്, ബിയിലുള്ള എലമെന്റ്. എയിലുള്ള എലമെന്റ്സ് എല്ലാം എവിടെയുള്ള എലമെന്റ് ആണ്, ബിയിലുള്ള എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സും എവിടെ ഉണ്ടാകും, ബിയിലുണ്ടാകും. സോ എക്സ് എ യൂണിയൻ ബിയിൽ എടുത്താൽ എക്സ് ബിയിലുണ്ടാകും എന്ന് കിട്ടും. ഇനി കേസ് 2 എന്താ പറയുന്നേ, കേസ് 2 എന്ന് പറയുന്നത് ഒന്നുകിൽ എയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാകണം അല്ലെ. സോ കേസ് 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എക്സ് എലമെന്റ് ഓഫ് ബി. നോക്കിക്കേ, അപ്പൊ എയിലുണ്ടെന്ന് പറഞ്ഞാലും ബിയിലുണ്ടാകും, നോർമലായിട്ട് നോക്കിയാലും ബിയിലുണ്ടാകും. സോ എക്സ് എലമെന്റ് ഓഫ് നമുക്ക് എന്ത് പറയാം, എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി. എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ബി. എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ അത് എവിടെയുണ്ടെന്നാണ് പറയുന്നത്, ബിയിലും ഉണ്ടെന്നാണ് പറയുന്നത്. വിച്ച് ഇംപ്ലൈസ് എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് ബി. എ യൂണിയൻ ബി എന്തിന്റെ സബ്സെറ്റ് ആണെന്ന് കിട്ടി, ബിയുടെ സബ്സെറ്റ് ആണെന്ന് കിട്ടി. ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബിയുടെ സബ്സെറ്റ് ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആണ്, ബിയുടെ സബ്സെറ്റ് ആണ്. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, എ യൂണിയൻ ബി ഈക്വൽസ് ബി. എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, ബിക്ക് തുല്യമാണെന്ന് പറയാം. നോക്കിക്കേ, എ സബ്സെറ്റ് ഓഫ് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എവിടെ എത്തി, എ യൂണിയൻ ബി ഈക്വൽസ് ബിയിലേക്ക് എത്തി. അപ്പോ 1 ഇംപ്ലൈസ് 3. ഇനി നമ്മൾ എന്ത് പറയണം, തിരിച്ച് 3 ഇംപ്ലൈസ് 1 പറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കിനി അടുത്ത് എന്ത് ചെക്ക് ചെയ്യണം, 3 ഇംപ്ലൈസ് 1 പറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 3 ഇംപ്ലൈസ് 1, കാരണം 1ഉം 2ഉം സെയിം ആണെന്ന് പറഞ്ഞു. ഇനി 1ഉം 3ഉം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അവർ സെയിം ആണെങ്കിൽ ഇത് 3ഉം സെയിം ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത് 1ഉം 4ലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് 3 ഇംപ്ലൈസ് 1 പറയാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ടേക്ക് എന്തെടുക്കാം, ടേക്ക് എ യൂണിയൻ ബി ഈക്വൽസ് ബി. എ യൂണിയൻ ബിയുടെ വാല്യൂ ബി ആണെന്ന് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് കാണിക്കണം. വി ഹാവ് ടു പ്രൂവ് എന്താണ്, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അസ്യൂം എക്സ് എലമെന്റ് ഓഫ് എ. എക്സ് എയിൽ എലമെന്റ് ആണെന്ന് എടുക്കുക.
ഓക്കെ, അപ്പോൾ അസ്യൂമിനെക്കാട്ടി കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ടേക്ക് ലെറ്റ് എ എക്സ് എലമെന്റ് ഓഫ് എ, എക്സ് എന്ന് പറയുന്നത് എയുടെ എലമെന്റ് ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, എക്സ് എലമെന്റ് ഓഫ് ബി എന്നും കിട്ടണം. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി. എക്സ് എയിൽ എലമെന്റ് ആണെങ്കിൽ എന്തായാലും എ യൂണിയൻ ബിയിൽ എലമെന്റ് ആയാലേ പറ്റുള്ളൂ. കാരണം എ യൂണിയൻ ബിയിൽ ആരുണ്ട്, എ ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ആകണം. ബട്ട് എ യൂണിയൻ ബി എന്ന് പറയുന്ന ആരാണ്, ബി ആണ്. സോ നമുക്ക് എന്ത് പറയാം, വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ബി ആണെന്ന് പറയാം. നോക്കിക്കേ, എക്സ് എലമെന്റ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ബി കിട്ടി. സോ നമുക്ക് എന്ത് പറയാം, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് കിട്ടും. നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് 3ഉം ഇക്വേഷൻ നമ്പർ 3 ഇംപ്ലൈസ് 1ഉം കിട്ടി. സോ therefore ഇക്വേഷൻ നമ്പർ 1 ഡബിൾ സൈഡ് ഇംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തതും തേർഡും സെയിം ആണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് എന്ത് കിട്ടി, ഫസ്റ്റും സെക്കൻഡും സെയിം ആണ്. ഇപ്പോഴത്തെ സ്ലൈഡിൽ നിന്ന് ഫസ്റ്റും തേർഡും സെയിം ആണെന്ന് കിട്ടി. സോ ഇവര് 3 പേരും ഫസ്റ്റും സെക്കൻഡും തേർഡും സെയിം ആണ്. ഇനി നമുക്ക് ഫസ്റ്റും ഫോർത്തും സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 ഇംപ്ലൈസ് 4. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 1 ഇംപ്ലൈസ് 4 എടുക്കാം. സോ 1 ഇംപ്ലൈസ് 4 ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 1ൽ നിന്ന് തുടങ്ങി നമ്മൾ എവിടെ എത്തണം, 4ലോട്ട് എത്തണം. അപ്പൊ ടേക്ക് നമുക്ക് എന്തെടുക്കാം, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് എടുക്കുക. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആരാണെന്ന് എടുക്കണം, എ ആണെന്ന് എടുക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ ആണ്, എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വി ഹാവ് ടു പ്രൂവ് എന്ത് പ്രൂവ് ചെയ്യണം, we have to prove a intersection b equal to b. സോറി, ബി അല്ല, എ. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് പറയാം, നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. സോ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ആരിലും ഉണ്ടാകണം, എയിലും ഉണ്ടാകണം, ബിയിലും ഉണ്ടാകണം. സോ തീർച്ചയായിട്ടും അത് ആരിലും ഉണ്ടാകും, എയിലും ഉണ്ടാകും. സോ നമുക്ക് എ ഇന്റർസെക്ഷൻ ബിയുടെ ഡെഫിനിഷൻ വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, ക്ലിയർലി നമുക്ക് എന്ത് പറയാം, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആണെന്ന് പറയാം, എയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ഇനി നമ്മൾ തിരിച്ചാണ് പറയേണ്ടത്, എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് എന്തെടുക്കാം, ലെറ്റ്സ് എ എക്സ് എലമെന്റ് ഓഫ് എ. എക്സ് എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് എന്തിലെ എലമെന്റ് ആണെന്ന് വിചാരിക്കുക, എയിലെ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് ഏതും ആയിരിക്കും, ബിയും ആയിരിക്കും. കാരണം എന്താ, സിൻസ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ എയിലെ എലമെന്റ് എല്ലാം ഏതിന്റെ എലമെന്റ് ആണ്, ബിയുടെയും എലമെന്റ് ആണ്. എയുടെ എലമെന്റ്സ് എല്ലാം എവിടുത്തെ എലമെന്റ് ആണ്, ബിയുടെയും എലമെന്റ് ആണ്. സോ എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് ബിയുമാണ്. ഇവിടെ നമുക്ക് എന്ത് പറയാം, നോക്കിക്കേ, എക്സ് എയുടെയും എക്സ് ബിയുടെയും രണ്ടുപേരുടെ എലമെന്റ് അല്ലേ. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയുടെ എലമെന്റ് ആണ്, ബിയുടെ എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെന്ന് പറയാം. നോക്കിക്കേ, എക്സ് എലമെന്റ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇംപ്ലൈസ് എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ നമുക്ക് കിട്ടി എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നും കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് എ. എ ഇന്റർസെക്ഷൻ ബി എന്ന വാല്യൂ എന്താണ്, എ ആണെന്ന് പറയാം. സോ ഇക്വേഷൻ 1 ഫസ്റ്റത്തെ കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷന് തുല്യമായിട്ട്, സെക്കൻഡ് അല്ല ഫോർത്ത് കണ്ടീഷന് തുല്യമായിട്ട് വരുന്നു. ഓക്കെ, കണ്ടീഷൻ 1 ഇംപ്ലൈസ് കണ്ടീഷൻ 4. അപ്പൊ അവർ രണ്ടുപേരും ഇനി സെയിം ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം, തിരിച്ചും പറയാൻ പറ്റണം. 4 ഇംപ്ലൈസ് 1ഉം കൂടെ പറയാൻ പറ്റണം. അപ്പൊ നമുക്കിനി അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 4 ഇംപ്ലൈസ് 1 ചെക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, ആദ്യം അത് എടുക്കുക. ടേക്ക് ഓക്കെ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് എ. എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുക, എ ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് എന്ത് കാണിക്കണം, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് കാണിക്കുക. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് കാണിക്കുക. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എ. എക്സ് എയിൽ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്താണ്,
എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എക്സ് ഏതിലെ എലമെന്റ് ആയിരിക്കും? എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ് ആയിരിക്കും. കാരണം എ ഈക്വൽ ടു എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. സോ എക്സ് എയിലെ എലമെന്റ് ആണെങ്കിൽ അത് ഇപ്പുറത്തും വരണം. ഈക്വൽ ആവണമെങ്കിൽ രണ്ടിലും ഒരേ ആൾക്കാർ വരണ്ടേ? എയിലുള്ള ആൾക്കാരെല്ലാം ബിയിലും, ബിയിലുള്ള എയിലുള്ള ആൾക്കാരെല്ലാം എ ഇന്റർസെക്ഷൻ ബിയിലും, എ ഇന്റർസെക്ഷൻ ബിയിലെ ആൾക്കാരെല്ലാം എയിലും വരണം. എന്നാൽ മാത്രമേ അവർ ഈക്വൽ ആണെന്ന് പറയുള്ളൂ. സോ എക്സ് എന്ന് പറയുന്ന എയിലുണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാകണം? എ ഇന്റർസെക്ഷൻ ബിയിലും ഉണ്ടാകണം. എ ഇന്റർസെക്ഷൻ ബിയിലുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? രണ്ടിലും ഉണ്ട് എന്നാണ് അല്ലെ? എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? എക്സ് എലമെന്റ് ഓഫ് ബി ആണെന്ന് പറയാം. നോക്കിക്കേ, എക്സ് എലമെന്റ് ഓഫ് എ തുടങ്ങി എക്സ് എലമെന്റ് ഓഫ് ബിയിലേക്ക് നമ്മൾ എത്തി. സോ വിച്ച് ഇംപ്ലൈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പറയാം. എ എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആണ്? ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എയിൽ നിന്ന് തുടങ്ങി നമ്മൾ എവിടെ എത്തി? എ സബ്സെറ്റ് ഓഫ് ബിയിലേക്ക് എത്തി. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഇക്വേഷൻ നമ്പർ 1 implies both ways ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ 1ഉം 4ഉം സെയിം ആണെന്ന് കിട്ടി. അപ്പൊ നേരത്തെ സൈഡുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 1ഉം 2ഉം സെയിം ആണ്, 1ഉം 3ഉം സെയിം ആണെന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് 1ഉം 4ഉം സെയിം ആണെന്ന് കിട്ടി. അപ്പൊ 1 എല്ലാവരുമായിട്ട് സെയിം ആണ്. അതിനർത്ഥം എല്ലാവരും സെയിം ആയാലല്ലേ പറ്റുള്ളൂ. യെസ്. സോ നമുക്ക് എന്ത് പറയാം? therefore എന്ത് പറയാം? 1 same as second, same as third, same as fourth. ഓക്കെ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും എല്ലാം എന്താണ്? സെയിം ആണ്. കാരണം 1 2ഉമായിട്ട് സെയിം ആണ്, 1 3ഉമായിട്ട് സെയിം ആണ്, 1 4ഉമായിട്ട് സെയിം ആണ്. അപ്പോൾ 4 1ഉമായിട്ട് സെയിം ആയതുകൊണ്ട് തന്നെ 4 2ഉമായിട്ടും സെയിം ആയിരിക്കും, 3ഉമായിട്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് അവരെല്ലാവരും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. സോ ഈ 4 കണ്ടീഷന് സെയിം കണ്ടീഷൻസ് ആണ്.